അപ്പൊ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതേ 3-4 മാങ്ങയുണ്ട്. അപ്പൊ മാങ്ങ കൊണ്ട് ഇന്നാള് ഇതുപോലെ മാങ്ങ കിട്ടിയപ്പോൾ വിഷു കഴിഞ്ഞിട്ടാണ് നമുക്ക് മാങ്ങയൊക്കെ കിട്ടുള്ളൂ. നല്ല നല്ല മാങ്ങകൾ കിട്ടണമെങ്കിൽ വിഷു കഴിയണം. അപ്പോൾ ഇതിന് മുന്നേ മാങ്ങ കിട്ടിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഒരു ഷേക്ക് അങ്ങനെ പറയാം, ഒരു വെറൈറ്റി. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഞാൻ രണ്ടാമത് മാങ്ങ കിട്ടിയപ്പോൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കാം. മാങ്ങ എന്തായാലും നമുക്ക് തൊലി ചെത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ നല്ല പഴുത്ത് കഴിഞ്ഞാൽ മാങ്ങ തൊലി എത്താൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ മുറിക്കാം കേട്ടോ. ഇങ്ങനെ മുറിച്ചാലാണ് പെട്ടെന്ന് നമുക്ക് കാര്യം കഴിയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് ചെത്തി നിൽക്കേണ്ടി വരും. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇപ്പം മിക്കവർക്കും അറിയാം ഇങ്ങനെ അല്ലേ. എടുത്തിട്ട് നമ്മളിങ്ങനെ ഇടണം കേട്ടോ ചെയ്യണത്. അപ്പം അതൊന്ന് മുറിച്ച് കാണിക്കട്ടോ. അപ്പം അതാ അടിച്ചിട്ടില്ലേ നമ്മൾ മാങ്ങയുടെ ഉള്ളിലത്തെ അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് 2 സൈസിൽ അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ആദ്യം വെറുതെ അടിച്ചിട്ട് വരാം, കുറച്ചിങ്ങനെ അടിച്ചിട്ട് വരാം കേട്ടോ. ആദ്യം ഇങ്ങനെ അടിച്ചിട്ട് വരാം കേട്ടോ. ഇതിൽ പഞ്ചസാര ഇട്ടിട്ടില്ലേ, പിന്നെ പാൽ ഒഴിച്ചിട്ടില്ലേ. അപ്പോൾ ഇതാ ആദ്യം കണ്ടോ വെറുതെ അടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെറുതെ അടിച്ചെന്ന് വെച്ചാൽ ഇതിൽ ഒന്നും ചേർത്തിട്ടില്ല. ഇത് ഇതിലേക്ക് പകർത്തും. ഇനി ഇത് ബാക്കിയുള്ളത് ഒന്നുകൂടെ അടിച്ചിട്ട് വരാം. ഇനി ഇതിലേക്ക് പാലൊഴിച്ചിട്ട് അടിക്കാം കേട്ടോ. ഇത് കണ്ട കട്ട, പാലിൻ്റെ കട്ട കണ്ട, ഇതിലേക്ക് ഒഴിച്ചിട്ട് അടിക്കാം. കുറച്ചിലേക്ക് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം അടിച്ചിട്ട് വരാം. ഇത് കണ്ടോ മിൽക്ക് മേഡ്, പാല്, മിൽക്ക് മേഡ് കട്ടപ്പാലും പിന്നെ മാങ്ങയും കൂടി അടിച്ച് തന്നെ ഇതിലേക്ക് ഒഴിച്ചു. ഇപ്പം കണ്ടോ ഇത് വേറെ, ഇത് മാങ്ങ മാത്രം, ഇത് വേറെ ഇങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇതാ ഇനി ഇതുപോലെ ഏരാ റൂട്ട് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് ഇതാ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി ക്രഷാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ അയൽക്കാൻ ഭംഗി കൂടുതൽ. അപ്പോൾ നമുക്കതൊന്നുമില്ലല്ലോ. ഏരാ റൂട്ട് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഇങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടോ. നല്ല അടിപൊളിയൊരു സാധനമാണ് കേട്ടത്. എല്ലാം കൂടെയും കൂട്ടിയിട്ടാണ് കഴിക്കുക. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.